മുമ്പ് ഈ ലക്ഷ്മിയായിട്ട് പരിചയങ്ങളും ഇല്ല. എനിക്കറിഞ്ഞൂടാ ഇത് എങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ട്രാപ്പാണോ എന്ന് വിചാരിക്കുന്നു. ചിലര് പറഞ്ഞു ഇവന്റെ വീഡിയോയിൽ എങ്ങാണ്ട് മോഡലായിരുന്നു എന്ന്. പാട്ട് അങ്ങനൊന്നും ഇല്ല, കലാപരമായിട്ടോ ഇങ്ങനെ നല്ല ഏബിൾ ആയിട്ട് കാര്യങ്ങൾ. ഇന്നലത്തെ ബാലഭാസ്കറിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് പണ്ടത്തെ കുറെ ഇന്റർവ്യൂസ് ഇപ്പം കുത്തിപ്പൊങ്ങുന്നുണ്ട്. കുത്തിപ്പൊങ്ങാൻ കാരണം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ തന്നെയാണ്. ലക്ഷ്മി ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിനകത്തോട്ട് ആർക്ക് പേഴ്സണലി വലിയ യോജിക്കാൻ പറ്റിയിട്ടില്ല വലുതായിട്ട്. പ്രത്യേകിച്ച് ഈ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞത്. അത് മാത്രമല്ല അർജുന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ലക്ഷ്മി ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കുറച്ച് ഇന്റർവ്യൂസ് എല്ലാം ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. അതായത് പണ്ട് ഈ പറയുന്ന പൂന്തോട്ടം ലത എന്ന് പറയുന്ന അവരുടെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് തമ്പിയും ഈ പറയുന്ന ബാലഭാസ്കറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ മകൻ തിരുവനന്തപുരത്ത് പോയിരുന്നു തലേ ദിവസം. ഓസ്ട്രേലിയയിൽ നിന്ന് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആയുർവേദം പഠിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ആയുർവേദ കോളേജിൽ ചേരാൻ വേണ്ടി NRI സീറ്റ് ചേരാൻ വേണ്ടിയിട്ട് അതിന്റെ ചില പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോണ്ടി വന്നപ്പോൾ ആ ട്രിവാൻഡ്രത്ത് തലേ ദിവസം പോയിരുന്നു. 24-ാം തീയതി, സെപ്റ്റംബർ 24-ാം തീയതി അവിടെ പോയിരുന്നു. അവിടെ പോയിട്ട് അപ്പോ ഈ ഇവരവിടെ ഇല്ലാത്തത് കൊണ്ട്, ബാലുവും ലക്ഷ്മി അവിടെ ഇല്ലാത്തത് കൊണ്ട്, പിന്നെ അവരുടെ സുഹൃത്തായിട്ടുള്ള പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്, വിഷ്ണു താമസിച്ചത്. കാരണം സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് പതിവ്. കാരണം പ്രകാശനും അല്ലെങ്കിൽ തമ്പി എന്നാണ് ഞങ്ങൾ വിളിക്കുക, തമ്പിയും ബാലുവായിട്ട് അത്രയും അടുപ്പത്തിലാണ്. നമുക്ക് അറിയുകയും ചെയ്യാം അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നത്. കാരണം ബാലു ഒരു സീക്രറ്റും ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയാറുള്ളതാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പിയുടെ അവിടെ പോയി താമസിച്ചു. അന്ന് രാത്രി താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ കേട്ടല്ലോ. അപ്പൊ എന്തായിരുന്നു ഈ പറയുന്ന ലക്ഷ്മി ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത്? അതായത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു ലക്ഷ്മി സംസാരിച്ച് ഈ ഒരു വിഷയം കളഞ്ഞത്. അത് മാത്രമല്ല ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ മെയിൻ ഒരു എക്സാമ്പിൾ. നമുക്ക് ആ ഇന്റർവ്യൂ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ എടുക്കാം ലക്ഷ്മി അതിനകത്ത് എന്താ പറഞ്ഞത്? ഈ പറയുന്ന വ്യക്തി തമ്പി എന്ന് പറയുന്ന ഒരാൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ മാത്രമാണ്, അല്ലാതെ വേറെ രീതിയിലുള്ള ബന്ധങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവരുടെ ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ബാലഭാസ്കറിന്റെ അടുത്ത ഫ്രണ്ടാണ് ഈ തമ്പി എന്ന് പറയുന്ന ആളെന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി നിങ്ങൾ കേൾക്കേണ്ടത് വേറൊരു കാര്യമാണ്. അർജുനെ പറ്റിയിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. ഇവർ എന്ന് പറയപ്പെടുന്ന അർജുൻ, അത് ഞങ്ങളുടെ എന്റെ വൈഫിന്റെ ഏട്ടന്റെ മകനാണ്. ഈ അർജുനെ തിരുവനന്തപുരത്തേക്ക് 10 വയസ്സ് മുതൽ ബാലുവിനെ അറിയാം. കാരണം ബാലു 15 വർഷമായിട്ട് അറിയുന്നതാണ്. ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ബാലുവിനെ അറിയുന്നതാണ്. ബാലു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ബാലു കൊണ്ടുപോയത് ബാലുവിന്റെ ഡ്രൈവർ ആയിട്ടല്ല, ഒരു ജോലി ശരിപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. ഈ ലത എന്ന് പറയുന്ന അവരുടെ ചേട്ടന്റെ മകനാണ് ഈ അർജുൻ എന്നാണ് ഇതിനകത്ത് അവർ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എത്ര വർഷമായിട്ടുള്ള പരിചയമാണ് എന്ന്. അത് മാത്രമല്ല ലക്ഷ്മി എന്താണ് പറഞ്ഞത്? ഏകദേശം 22ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ഈ പറയുന്ന പയ്യനെ കാണുന്നതും അതിനുശേഷമാണ് ഇവനെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുവരുന്നതും. അതും വേറൊരു കാര്യമുണ്ട് കേട്ടോ, ബാലു തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പറയുന്ന വ്യക്തിയെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് പറയേണ്ടത്? അപ്പം ഇതെല്ലാം വെച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. ആ ഒരു വിഷയങ്ങളാണ് നമ്മളെല്ലാവരും വന്ന് സംസാരിക്കുന്നത്. കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ലക്ഷ്മിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്നു, ലക്ഷ്മിയെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. പറയുന്ന ഓരോ പോയിന്റ്സും കറക്റ്റ് ആണെങ്കിൽ ആരെയും കുറ്റക്കാരെ ആക്കത്തില്ല. ലക്ഷ്മി പറഞ്ഞേക്കുന്ന കുറച്ച് പോയിന്റ്സുകളിനകത്തോട്ട് മിസ്മാച്ചിങ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് അഡ്രസ്സ് ചെയ്യണത്. അല്ലാതെ ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മിയെ നമുക്ക് കുറ്റക്കാരിയായിട്ട് എല്ലാവരും മുന്നിൽ ഇട്ട് കൊടുക്കാനോ അതിനൊന്നും ഒരു താല്പര്യവും ഇല്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി കുറച്ച് നാൾക്ക് മുന്നേ ന്യൂസ് കേരളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ലക്ഷ്മി കൊടുത്തൊരു വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പറയുന്ന തമ്പിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. വിവാദങ്ങളോട് പ്രതികരിച്ച ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ആരോപണങ്ങളിലെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ലക്ഷ്മി ന്യൂസ് 18 പറഞ്ഞു. നിലയ്ക്ക് തന്നെയാണ് ഇവര് വളരെ നല്ല രീതിയിലുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയം മുതൽ ഇവരവിടെ ആക്റ്റീവായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഈവൻ മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു വെൽവിഷേഴ്സ് ആയിട്ട് അവരുടെ ഫാമിലിയും അതെ, ഇൻക്ലൂഡിങ് ഫാമിലി, അവര് ഒരാളെ മാത്രമല്ല അവർ ഫാമിലി ആയിട്ട് തന്നെ അത്രയും നല്ല വെൽവിഷേഴ്സ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് ഇമ്പാക്ട് തോന്നുന്ന രീതിയിൽ നിന്നിട്ടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ നിർത്തില്ലല്ലോ. പുറകിലുണ്ടായിരുന്നതാണ് ബാലു. എന്നോട് പറഞ്ഞു, പുറകിലെ കയറുമ്പോ എന്നോട് ചോദിക്കുകയും ചെയ്തു നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ ആവശ്യമുണ്ടോ? അവര് ചായയോ എന്തോ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സൈഡില്.
എന്നോട് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറകിലേക്ക് കയറുന്നത്. ഒബ്വിയസ്ലി മോനെ നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഡെസ്പാവാതിരിക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഇപ്പം കേസ് CBIയുടെ അല്ല, സംശയങ്ങളൊക്കെ അവര് തെളിയിക്കട്ടെ. അവര് നല്ല രീതിയിൽ തന്നെ കേസ് നമ്മള് എന്താ പറയാ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അന്വേഷിക്കും നമുക്ക് ഉറപ്പുണ്ടല്ലോ. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. ഇതിനകത്ത് പറയുന്നത് തമ്പിയെ പറ്റി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ, വെൽവിഷറ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും പല കാര്യങ്ങൾ മാറ്റിമറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കും. നമ്മളായിട്ട് ആരും സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ബാലഭാസ്കറിന്റെ ഫാമിലി തന്നെ വന്ന് ലക്ഷ്മിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് മുന്നേ ഞാൻ ബാലഭാസ്കറിന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രൈം മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത്. അതിനകത്തും ഈ ലക്ഷ്മിയെ കുറ്റമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു സൈബർ ബുള്ളിങ് അല്ലേ? നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുകളും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. യൂണിവേഴ്സിറ്റി കോളേജില് ഒരു എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മോൻ ഇങ്ങനെ ഇവിടെ ഒരു ബന്ധം ഉണ്ട്, അത് ശരിയല്ല, അവൾക്ക് വേറെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ അവനെ ഉപദേശിച്ചിട്ടുണ്ട്, ഇത് മാറണം, ശരിയല്ല, അവന് കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇവന് പറ്റിയതല്ല എന്ന് പറഞ്ഞു, മോന് പറ്റിയ ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞു. പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സ്റ്റാഫും പറഞ്ഞു അവരുടെ അടുത്താണ് അപ്പം നിങ്ങളുടെ മോന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. അപ്പൊ പല വഴിക്കും നമുക്ക് ഈ സൂചന കിട്ടുന്നു. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ മോന് പറ്റിയതല്ലെങ്കിൽ ഞാനത് ബാലു ഈ പേരും വെയിറ്റർ എന്നുള്ള രണ്ട് കാര്യങ്ങളിലാണ് ജോയിയോട് പറഞ്ഞെന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഈ ലക്ഷ്മിയായിട്ട് പരിചയങ്ങളും ഇല്ല. എനിക്കറിഞ്ഞൂടാ ഇത് എങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ട്രാപ്പാണോ എന്ന് വിചാരിക്കുന്നു. കേട്ടോ, ഇതിൽ പറഞ്ഞോ, ഇത് ഞങ്ങൾക്കറിയില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഇത് ട്രാപ്പ് ആണോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ ആ അമ്മ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പോർഷൻ വെച്ചിട്ട് ആ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടെന്ന് വെച്ചുകൊണ്ടായിരിക്കാം മേ ബി അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഇതിനകത്തൊന്നും ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും കുറച്ച് ദിവസത്തിന് മുന്നേ ഉള്ള ഈ അമ്മയുടെ വേറൊരു ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാലുവിന്റെ ജീവിതം ഒരു പരാജയമാണ് എന്ന്. അപ്പൊ ഞാൻ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു. അതായത് ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അയാളുടെ കരിയർ വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഭയങ്കര വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഒരിക്കലും പരാജയപ്പെട്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ആ അമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ആ അമ്മ മകൻ എന്നുള്ള നിലയിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്ന് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു മകൻ എന്നുള്ള നിലയിൽ ബാലഭാസ്കർ ഒരിക്കലും വിജയിച്ച് കാണത്തില്ല. കാര്യം ഈ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് വളർന്ന് നല്ല പഠിച്ച് നല്ലൊരു ജോലി അങ്ങനെയുള്ള രീതിയിലായി കാണത്തില്ലായിരിക്കാം. പുള്ളിയുടെ രീതിയിൽ തന്നെ സഞ്ചരിച്ച് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ഇഷ്യൂസിനകത്തൊക്കെ ചെന്ന് പെട്ട് പുള്ളി ഇങ്ങനെ ഒരു രീതിയിൽ മരിച്ചും പോയി. പുള്ളിയുടെ മകളും മരിച്ചുപോയി. എന്തായാലും നമുക്ക് ബാക്കിയുടെ കണ്ടുനോക്കാം. ചിലര് പറഞ്ഞു ഇവന്റെ വീഡിയോയിൽ എങ്ങാണ്ട് മോഡലായിരുന്നു, പാട്ട് അങ്ങനൊന്നുമില്ല, കലാപരമായിട്ടോ ഇങ്ങനെ. അവള് നല്ല ഏബിൾ ആയിട്ട് കാര്യങ്ങൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂലൊക്കെ എല്ലാം പറയുന്ന നല്ല ബോൾഡ് ആയിട്ട്. അതെ, അതൊക്കെ നല്ല സാമർഥ്യമുള്ള. ശരിക്കും ഒരുപക്ഷെ ചിലപ്പോ അന്ന് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിലോട്ട് അങ്ങ് സ്വീകരിച്ചു പോയായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മുടെ കസ്റ്റഡിയിൽ അങ്ങ് നിന്ന്. പക്ഷെ ആ മോളുടെ ഒരു പ്രോബ്ലം അതല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല വഴിക്കും കിട്ടിയ അഭിപ്രായം തന്നെ അത്. പിന്നെ നമ്മുടെ ഈ എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു അപ്പൊ ഞാൻ എന്റെ ബ്രദർ എന്ന് പറഞ്ഞ അച്ഛന്റെ സ്ഥാനത്ത് 2 വയസ്സ് വ്യത്യാസമുള്ളതിൽ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അവരെയൊക്കെ ധിക്കരിച്ചിട്ട് അവര് പറയുന്നതിന് വിപരീതമായിട്ട് ഞാൻ ചെയ്യത്തില്ല. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കുടുംബപാരമ്പര്യത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മൂത്തയാള് ഒന്നും ആയിട്ടില്ല. ഞങ്ങളെ പോലെയെങ്കിലും ഓരോ ജോലിയിലൊക്കെ അവര് കയറണ്ടേ, അല്ലാതെ ഞങ്ങൾ സ്വത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഈ അമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ പല വിഷയങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ബാലഭാസ്കറിന്റെ ഈ പറയുന്നത് കൊലപാതകം ആണോ അല്ലയോ എന്നുള്ള കാര്യം തെളിയാൻ വേണ്ടി തന്നെയാണ്. ഇത്രയും വർഷം ആൾക്കാരെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇതിന്റെ ഒരു സത്യം ഉടനെ തന്നെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.